FAQ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 74/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏതു സംഭവത്തെക്കുറിച്ചാണ്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? മൈസൂർ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തത് ഏത്? മൈസൂർ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീരൊക്കെ എന്താണ്? വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ഗുജറാത്തും മധ്യപ്രദേശുമാണ് എന്ത്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതാണ്? ഗുജറാത്ത്, മധ്യപ്രദേശ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഗുരുശിഖർ. ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരയിലാണ്. അതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമാണ് എന്ത്? മൗണ്ട് അബു. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. അതും ശരിയാണ് അല്ലേ? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലിയുമായി ബന്ധമില്ലാത്തത് ഏതാ ഉള്ളൂ? ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഗുരുശിഖറാണ്. ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമാണ് എന്ത്? മൗണ്ട് അബു. ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ആരവല്ലി. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം വടക്കൻ സിർക്കാസ് തീരം. വടക്കൻ സിർക്കാസ് തീരമാണ് എന്ത്? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്തത്. കൊങ്കൺ തീരം, ഗുജറാത്ത് തീരം, മലബാർ തീരം, ഈ മൂന്നും എന്താ? ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ പെട്ടതാണ് അല്ലേ? വടക്കൻ സിർക്കാസ് തീരം മാത്രം എന്താണ്? പടിഞ്ഞാറൻ തീരത്തിലല്ല. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ട്രാൻസ് ഹിമാലയ ഖാസി കുന്നുകൾ, കിഴക്കൻ മലനിരകൾ ലഡാക്ക്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ, ഹിമാലയ പൂർവഘട്ടം. ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഉപദ്വീപീയ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ. 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു. ശരിയായ ക്രമീകരണം കണ്ടെത്തുക. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ഇതാണ് വലിപ്പത്തിൻ്റെ ഓർഡർ. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആന്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ്. ആരാണ് ഇദ്ദേഹം? UN സെക്രട്ടറി ജനറൽ. ആന്റോണിയോ ഗുട്ടറസ് ആരാണ്? UN സെക്രട്ടറി ജനറൽ ആണ്. പുതിയതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങളും നൽകിയിരിക്കുന്നു. അതിൽ തെറ്റായത് കണ്ടെത്തുക. മധ്യപ്രദേശ് മോഹൻ യാദവ്, രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, തെലങ്കാന രേവന്ത് റെഡ്ഡി, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ. അതാണ് തെറ്റായ ആൻസർ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി, ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗൽ അല്ല, വിഷ്ണു ദേവ്സായി. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാൻ. ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ 33 രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതാണ്? ഇറാൻ.
2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ഒഡീഷയും ആന്ധ്രാപ്രദേശിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനങ്ങൾ. ചുവടെ നൽകിയിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ കണ്ണൂരും കാസർഗോഡും. കണ്ണൂരും കാസർഗോഡുമാണ് എന്ത്? കർണാടക ജില്ലയുമായി അതിർത്തി പങ്കിടുന്നത്. കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾ. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? 78. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? അഷ്ടമുടിക്കായൽ. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ്? അഷ്ടമുടിക്കായൽ. പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഇടമലയാർ അണക്കെട്ട് ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ നദിയിലാണ് ഇടമലയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഈ നദി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ശരിയാണ്. എറണാകുളം ജില്ലയിൽ വച്ചാണ് ഈ നദി അറബിക്കടലുമായി ചേരുന്നത്. അതും ശരിയാണ്. ഈ നദി വിശാലമായ ഡെൽറ്റ സമതലം സൃഷ്ടിക്കുന്നു. നാലാമത്തെ പ്രസ്താവനയാണ് പെരിയാറുമായി ബന്ധമില്ലാത്തത്. നാലാമത്തെ പ്രസ്താവനയാണ് എന്ത്? പെരിയാറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. പെരിയാർ നദിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇടമലയാർ അണക്കെട്ട് ഈ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പെരിയാർ നദി പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് പെരിയാർ അറബിക്കടലുമായി ചേരുന്നത്. ആദ്യത്തെ 3 പ്രസ്താവനകളും ശരിയാണ്. തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി കണ്ടെത്തുക. പള്ളിവാസൽ ഇടുക്കി, കുറ്റിയാടി കോഴിക്കോട്, ഷോളയാർ പാലക്കാട്. അതാണ് തെറ്റായത്. കല്ലട കൊല്ലം. കുറ്റിയാടി കോഴിക്കോട്, കല്ലട കൊല്ലം, പള്ളിവാസൽ ഇടുക്കി, ഷോളയാർ പാലക്കാടാണ് എന്ത്? വൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി. ചുവടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ചിന്നാർ, കുറിഞ്ഞിമല, പെരിയാർ, ആറളം. ആറളമാണ്. ചിന്നാർ, കുറിഞ്ഞിമല, പെരിയാർ 3 എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ആറളം കണ്ണൂർ. വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. വരയാടുകളെ കാണുന്നത് എവിടെയാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരുന്ന പ്രൊപ്പലൻ്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനും. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദി. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സമ്പാദ് കൗമുദി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേ. വിഷ്ണു കൃഷ്ണ ചില്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? മറാത്തി. വിഷ്ണു കൃഷ്ണ ചില്ലങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത്? മറാത്തി. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തു? 1 തവണ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ്? NV കൃഷ്ണവാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയതാര്? NV കൃഷ്ണവാര്യർ. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത്? റഷ്യ. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അല്ലാത്തത്? ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായി, ചിത്തരഞ്ജൻ ദാസ്. ആരാണ്? ബാലഗംഗാധര തിലക്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാതിരുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. തുലാം 10 സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. താഴെ പറയുന്നതിൽ ഏത് കലാപമാണ് 1806 നടന്നത്? വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം എപ്പോഴാണ് നടന്നത്? 1806. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. വിവേകോദയത്തിന്റെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? കെ എം മുൻഷി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? കെ എം മുൻഷി. 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 338B. അനുച്ഛേദം 338B ആണ് 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം 21A. ആർട്ടിക്കിൾ 21A ആണ് എന്ത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന അനുച്ഛേദം. യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽപ്പെടുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? വാർത്താവിനിമയമാണ് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ വരുന്നത്. ഏതാണ്? വാർത്താവിനിമയം. അപ്പോൾ വാർത്താവിനിമയം ഏതിലാണ് പെടുന്നത്? യൂണിയൻ ലിസ്റ്റിൽ. തന്നിട്ടുള്ള പ്രസ്താവനകളിൽ 4ാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച ശരിയായവ ഏതെല്ലാം? 1969 മുതൽ 74 വരെയുള്ള കാലഘട്ടത്തിൽ നടപ്പിലാക്കി. മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതായിരുന്നു? 1969 മുതൽ 74 വരെയുള്ള കാലഘട്ടമാണ്. ആദ്യത്തെ പ്രസ്താവന ശരിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി അറിയുന്ന പേരെന്തായിരുന്നു? മഹലനോബിസ് മാതൃക എന്നാണ്. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, അതും ശരിയാണ്. 3ാമത്തെ പ്രസ്താവന എന്താണ്? ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി, ശരിയാണ്. ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിൽ നടപ്പിൽ വന്നു, അതും ശരിയാണ്. 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് 2015 ജനുവരി 1 രൂപീകരിക്കപ്പെട്ടു. ആദ്യത്തെ പ്രസ്താവന എന്തായിരുന്നു? നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ്. അതാണ് തെറ്റായ പ്രസ്താവന. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിപ്പിക്കപ്പെട്ടത്? ഓപ്പറേഷൻ ചെങ്കിസ്ഥാൻ. അടുത്തിടെ GI ടാഗ് ലഭിച്ച ചോക്കുവ അരി ഏത് സംസ്ഥാനത്തെ മാന്ത്രിക അരി എന്നറിയപ്പെടുന്നു? ആസാം. ചോക്കുവ അരി എവിടുത്തെ മാന്ത്രിക അരിയാണ്? ആസാമിലെ മാന്ത്രിക അരിയാണ്. 2023 ഓഗസ്റ്റിൽ EG5.1 എറിസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിരിക്കുന്നു. യോജിക്കുന്നവ കണ്ടെത്തുക. ബേപ്പൂർ കോഴിക്കോട്, മുനമ്പം എറണാകുളം, ശക്തികുളങ്ങര ആലപ്പുഴ, തോപ്പുംപടി തൃശ്ശൂർ, അഴീക്കൽ കൊല്ലം.
ഇതിൽ ഏതൊക്കെയാണ് ശരിയായത്? ബേപ്പൂർ എവിടെയാണ്? കോഴിക്കോടാണ്. ആദ്യത്തേത് ശരിയാണ്. ബേപ്പൂർ കോഴിക്കോട്. മുനമ്പം എറണാകുളം. മുനമ്പം എവിടെയാണ്? എറണാകുളം. അഴീക്കൽ കൊല്ലം. അഴീക്കൽ എവിടെയാണ്? കൊല്ലം. 1, 2, 5 ജോഡികളാണ് ശരിയായവ. അർജുന അവാർഡ് നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്ലറ്റിക്സ്. അത്ലറ്റിക്സ് കായിക ഇനവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? എം ശ്രീശങ്കർ. ഇന്ത്യയിൽ നടക്കുന്ന 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? ലോകസഭാ തിരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, ഇന്ത്യൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇന്ത്യയിൽ 4 തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു. അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണ്? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി ഏതാണ്? സ്വർണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയുടെ സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? ആദിത്യ L1. ഇന്ത്യയുടെ സൗരദൗത്യമാണ് ഏത്? ആദിത്യ L1. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ്? വിരാട് കോഹ്ലി. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത് ആരാണ്? അല്ലു അർജുൻ. മികച്ച നടനുള്ള 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023 നേടിയത് ആരാണ്? അല്ലു അർജുൻ. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്ന വേദി എവിടെയാണ്? പാരീസ്. 2024 സമ്മർ ഒളിമ്പിക്സ് എവിടെയായിരുന്നു? പാരീസ്. ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിച്ച് ഫലപുഷ്ടി വർദ്ധിക്കുന്നു. ആദ്യത്തെ പ്രസ്താവന തന്നെയാണ് ശരിയല്ലാത്തത് അല്ലേ? താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏവ? മലബാർ വെരുകും മലമ്പുഴയ്ക്ക് വേഴാമ്പലുമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതാണ്? മലബാർ വെരുക്, മലമുഴക്കി വേഴാമ്പൽ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെയെല്ലാം ആശ്രയിക്കുന്നു? മാസ്, പ്രവേഗം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ ഏതിനെയെല്ലാം ആശ്രയിക്കുന്നു? മാസ്, പ്രവേഗം. 12mv². ഗതികോർജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്? 12mv² ആണ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവ കണ്ടെത്തുക. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. അത് ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. സാധാരണഗതിയിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. അതല്ലെങ്കിൽ എങ്ങനെ പറയാം? 20 ഹെർട്സ് തൊട്ടിട്ട് 20 കിലോ ഹെർട്സ് വരെയുള്ള ആവൃത്തിയിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയും. അതും ശരിയാണ്. ശബ്ദം ഏറ്റവും വേഗം സഞ്ചരിക്കുന്നത് വായുവിലാണ്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ഏതാണ് ആൻസർ? ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്.
ആദ്യത്തെ 3 പ്രസ്താവനകളും ശബ്ദ തരംഗവുമായി ബന്ധപ്പെട്ടതാണ്. മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണ്? 3. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ആദ്യത്തെ പ്രസ്താവന എന്താണ്? ശരിയായതാണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്? അല്ല. ഹൈഡ്രജൻ എന്താണ്? ഒരു വാതകമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം? അല്ല. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ട്രിഷിയം, ഡ്യൂട്ടീരിയം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജനാണ്. അതും ശരിയാണ്. 1ഉം 4ഉം പ്രസ്താവനയാണ് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഏതാണ്? ഹൈഡ്രജനാണ്. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ. ജലജന്യ രോഗമായ ഡയേറിയയ്ക്ക് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയ. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞപ്പിത്തം, മന്ത്, മീസിൽസ്, മലമ്പനി. ഇപ്പം മലമ്പനിയും മന്തും മാത്രമല്ലേ കൊതുക് പരത്തുള്ളൂ. 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് എന്ത് കറക്റ്റായ ആൻസർ? മന്തും മലമ്പനിയും. കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മന്ത്, മലമ്പനി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. സസ്യാഹാരത്തിലൂടെയാണ് നാരുകൾ ലഭിക്കുന്നത്, എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. അത് ശരിയാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്നു? അല്ല. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അത് ശരിയാണ്. ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഊർജ ഉൽപാദനത്തിന് സഹായിക്കുന്നു? ശരിയല്ല. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനകൾ വരുന്നത് ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് എന്ത് കറക്റ്റ് ആൻസർ. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? സസ്യാഹാരത്തിലൂടെയാണ് നാരുകൾ നമുക്ക് കിട്ടുന്നത്. ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരുതരം ധാന്യകമാണിത്. ഇവ എന്താ? സെല്ലുലോസുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണം ഏതാണ്? സ്റ്റെതസ്കോപ്പ്. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏത്? സ്റ്റെതസ്കോപ്പ്. വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്? അത് ശരിയാണ്. ജനനം മുതൽ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നൽകുന്ന വാക്സിനുകൾ ഇപ്പോൾ നിലവിലുണ്ട്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുത്ത വസ്തുക്കളാണ്? അതും ശരിയാണ്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന വസ്തുക്കളാണ് എന്ത്? വാക്സിനുകൾ. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്? അതും ശരിയാണ്. ഡോക്ടർ എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നതാണ്? അല്ല. ഓറൽ വാക്സിനുകളുമുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായ ആൻസർ. വാക്സിനുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന എന്താണ്? എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നതാണ്. വൈറ്റ് കെയിൻ, ടാറ്റൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച് പോലുള്ള സംവിധാനങ്ങൾ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. വൈറ്റ് കെയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? കണ്ണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ചിക്കൻ ബോക്സ്, പ്ലാസ്മോഡിയം, ഡയേറിയ, ബാക്ടീരിയ, മലേറിയ, ഫംഗസ്, ക്ഷയം, വൈറസ്. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ഡയേറിയ, ബാക്ടീരിയ. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളവ കണ്ടെത്തുക. ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു? അത് ശരിയാണ്. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു? അതും ശരിയാണ്. ജീനുകൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ, അണുബാധ. ഇത് രണ്ടും എന്താണ്? ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്?
എന്താണ്? ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു. 1ഉം 2ഉം ഓപ്ഷൻ 1ഉം 2ഉം ഉള്ളത് ഏതാണ്? ഡിയിലാണ് കറക്റ്റ് ആൻസർ. വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു. ശരിയാണ്. വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നു. ബി സി വെള്ളത്തിലും വിറ്റാമിൻ ബിയും സിയും വെള്ളത്തിലും. അടക്ക് ADEK അടക്ക് എന്താ? കൊഴുപ്പിലും ലയിക്കുന്ന വിറ്റാമിനാണ്. അപ്പോൾ വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് തെറ്റായ പ്രസ്താവന. വിറ്റാമിൻ കെ രക്തം കട്ടം പിടിക്കാൻ സഹായിക്കുന്നു. അത് ശരിയാണ്. വിറ്റാമിൻ കെ എന്താണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായ ആൻസർ. കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ്? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ശരിയാണ്. ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അല്ല. ആഹാരപദാർത്ഥങ്ങൾ അടച്ചു സൂക്ഷിക്കുകയും അല്ല. കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. കൊതുക് പകരാതിരിക്കാൻ എന്ത് ചെയ്യണം? ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. കൊതുക് വല പോലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുക. 1ഉം 4ഉം പ്രസ്താവനകളാണ് ശരി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1ഉം 4ഉം ശരിയാണ്. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാ രീതി ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയം. ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? എന്താണ് ആൻസർ? ദഹനം സുഗമമാക്കാനാണ് ആഹാരം നന്നായി ചവച്ചരിച്ച് കഴിക്കണം എന്ന് പറയുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മാലിക് ആസിഡ്. നിശാന്തത, സ്കർവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അപര്യാപ്തത രോഗങ്ങൾ. വിറ്റാമിൻ്റെ അപര്യാപ്തത രോഗങ്ങളാണ് എന്ത്? നിശാന്തതയും സ്കർവിയും. നിശാന്തത ഏതിൻ്റെയാണ്? വിറ്റാമിൻ എ. സ്കർവി വിറ്റാമിൻ സി. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരീനം നെല്ലുകൾ ഏതാണ്? പവിത്ര, അന്നപൂർണ. സങ്കരീനം നെല്ലുകൾ ഏതാണ്? പവിത്ര, അന്നപൂർണ. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യവും ഫോസ്ഫറസുമാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകങ്ങൾ. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ചില ലോഹങ്ങളും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. സിങ്ക്, ഗലീന. സിങ്ക്, ഗലീന.